പ്രദക്ഷിണമായിട്ടാണ് അഭിമന്യ പിതാക്കന്മാർ ഈ ഒരു വലിയ പരിശുദ്ധമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഇപ്പോൾ പങ്കെടുക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും എല്ലാ സഭയുടെ വിവിധ മെത്രാപ്പോലീത്തമാർ ചടങ്ങിൽ ഡാനിപ്പോൾ കുടിച്ചിരുന്നു. ഡാനിപ്പോൾ അല്പസമയത്തിനകം ചടങ്ങുകൾ ആരംഭിക്കും. എല്ലാ മുഖ്യ കാർമ്മികരായിട്ടുള്ളവരും കാർമ്മികരും വൈദികർ പിതാക്കന്മാരൊക്കെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. നേരത്തെ സഭാ വക്താവ് സൂചിപ്പിച്ചതുപോലെ എല്ലാ മെത്രാപ്പോലീത്തമാരും ഈ ഒരു ചടങ്ങിന് കാർമ്മികരാകുന്നുണ്ട്. സഭയുടെ 65 ബിഷപ്പുമാർ പങ്കെടുത്ത 65 പേരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി മാത്രം അജണ്ട നിശ്ചയിച്ചുകൊണ്ട് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രമായി അജണ്ട നിശ്ചയിച്ചുകൊണ്ട് നടന്ന പ്രത്യേക സിനഡാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സഭയുടെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന സിനഡ് തന്നെയാണ്. അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെയാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഓരോ പിതാക്കന്മാരായിട്ട് സിറോ മലബാർ സഭയുടെ വിവിധ രൂപതകളിൽ അതിരൂപതകളിൽ സഭയെ നയിക്കുന്ന സഭയുടെ അധികാര സ്ഥാനങ്ങളിലുള്ള ഓരോ ബിഷപ്പുമാരുമായി ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാവരും തന്നെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പിൽ തന്നെയും പങ്കാളികളായും ചെയ്തത്. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകുന്നു. ഇന്ന് അതിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളിലേക്ക് അടക്കം നടക്കുന്നു. ഏതാണ്ട് 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത്. താൽക്കാലികമായി ഹാള് ചാപ്പലാക്കി തന്നെ മാറ്റുകയായിരുന്നു, ഇതിനുവേണ്ടി രൂപീകൃതമാക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചടങ്ങുകളിലേക്ക് കടക്കുന്നു. സ്ഥാനിക ചിഹ്നങ്ങളായ അംശവടിയും തൊപ്പിയും ധരിപ്പിക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വം പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിലേക്കുള്ള കുർബാനയിലേക്ക് അടക്കം നടക്കുന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ സന്നിഹിതരായിരിക്കുന്നു. നിരവധിയായ എല്ലാ രൂപതകളുടെയും തെരഞ്ഞെടുക്കപ്പെട്ട വൈദിക പ്രതിനിധികൾ ഈ ചടങ്ങിന് കാർമ്മികരാകുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് കൂടിയാണ് മാർ റാഫി തട്ടിൽ പിതാവ് ചുമതലയേൽക്കുമ്പോൾ എറണാകുളം അങ്കമാലി നമുക്കറിയാം ഈ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മാറി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അവർ ജനാഭിമുഖ കുർബാന ഇപ്പോഴും തുടരുന്നു. എറണാകുളം അങ്കമാലി തിരുപ്പതിയിലെ വൈദികരും ഈ ചടങ്ങിൽ കാർമ്മികരാകുന്നു. ഈ ചടങ്ങിൽ അവര് പങ്കെടുക്കുന്നുണ്ട്. കാരണം നേരത്തെയും ഇവിടെ ഈ രൂപതകളിൽ ചിലപ്പോഴെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുർബാന ഏകീകരണ വിഷയത്തിൽ ശബ്ദമുയർത്തിയ ചില വൈദികരെങ്കിലും ഇവിടെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ പ്രാതിനിധ്യ സ്വഭാവത്തോടെ ചിലരെങ്കിലും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവർ മുഴുവൻ പങ്കാളിത്തമില്ലെങ്കിൽ കൂടിയും ചിലരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട് എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തായാലും ഇതിനെ ഈ പുതിയ തെരഞ്ഞെടുപ്പിനെ പുതിയ പിതാവിനെ എല്ലാവരും സഹർഷം സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഈ ഇപ്പോഴുണ്ടാകുന്ന സഭയിലുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ അത് അവസാനിക്കുമെന്ന ഒരു പ്രതീക്ഷ എല്ലാവരിലും തന്നെയുണ്ട്. ചർച്ചയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അതിനൊരു പ്രതീക്ഷയോടെ കാണുന്നത്. ഇപ്പോൾ പ്രദക്ഷിണം അതിനകത്തേക്ക് പൂർണ്ണമായിട്ട് തന്നെ കയറിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് കൂടി അദ്ദേഹം കൂടി ഹാളിനകത്തേക്ക് പ്രവേശിക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ വിവിധ രൂപതകളിലെ വൈദിക പ്രതിനിധികൾ ഇപ്പോൾ ചടങ്ങിൽ ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ കാർമ്മികരാകുന്ന വൈദികർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ മെത്രാപ്പൊലിത്തമാർ വിവിധ രൂപതകളിലെ മെത്രാപ്പൊലിത്തമാർ ജോസ് പുത്തംവീട്ടിൽ, ടോണി നീലങ്കാവിൽ, മാർ റെമജ്യൂസ് ഇഞ്ചനാനിയിൽ ഉൾപ്പെടെയുള്ള മെത്രാപ്പൊലിത്തമാർ എത്തിയിരിക്കുന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും ഈ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് ഈ ഓഡിറ്റോറിയത്തിലേക്ക് പരിശുദ്ധമായ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സഭയിലെ വിവിധ മെത്രാപ്പൊലിത്തമാർ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. മാർ തോമസ് തറയിൽ, ജേക്കബ് തോക്കുഴി, മാർ ബോസ്കോ പുത്തൂർ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തലിക ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ, അതോടൊപ്പം തന്നെ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ ജോസഫ് കല്ലറങ്ങാട്ട്, കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ, ഓരോ മെത്രാപ്പൊലിത്തമാർ സഭയിൽ സീറോ മലബാർ സഭയിൽ പങ്കെടുക്കുന്ന 55-ലധികം മെത്രാപ്പൊലിത്തമാരാണ് ഈ സീറോ മലബാർ സഭയിൽ പ്രത്യേക സിനഡിൽ പങ്കെടുക്കുന്നത്. 53 മെത്രാപ്പൊലിത്തമാർക്കായിരുന്നു ഈ സിനഡിൽ വോട്ടിംഗ് അവകാശമുണ്ടായിരുന്നത്. പ്രത്യേക ബാലറ്റിലൂടെയായിരുന്നു, ഇപ്പോൾ രഹസ്യ ബാലറ്റ് വോട്ടെടുപ്പിലെയായിരുന്നു പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ, സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. ഓരോ ബിഷപ്പുമാരും ഇപ്പോൾ ഈ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തുകയാണ്. മുഖ്യ കാർമ്മികരാകുന്നത് ആർച്ച് ബിഷപ്പുമാരാണ്. അതായത് നേരത്തെ തന്നെ സീറോ മലബാർ സഭയുടെ വക്താവ് സൂചിപ്പിച്ചതാണ്. തലശ്ശേരി രൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാമ്പളാനി,
തൃശൂർ ഒരു അതിരൂപത അധ്യക്ഷനും CBCയുടെ അധ്യക്ഷനുമായിട്ടുള്ള മാർ ആൻഡ്രൂസ് താഴത്ത്, അതോടൊപ്പം കോട്ടയം രൂപത അധ്യക്ഷന്മാർ മാത്യു മൂലക്കാട്ട്, മാർ ജോസഫ് പെരുന്തോട്ടം, ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം ഉൾപ്പെടെയുള്ളവരാണ് മുഖ്യ കാർമ്മികരാകുന്നത്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ബിഷപ്പ് എമിരറ്റസ് മാർ മാത്യു അറക്കൽ, മാർ ജോസഫ് പാമ്പ്ലാനി, മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ജോസഫ് പെരുന്തോട്ടം എന്നിവരും ഈ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും വേദിയിലേക്ക് എത്തുകയാണ്. തൊട്ടു പിന്നാലെ സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവും, ഈ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലാണ് മുഖ്യ കാർമ്മികരാകുന്നത്. എല്ലാവരും, അതായത് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഖ്യ കാർമ്മികരാകുന്ന മെത്രാപ്പൊലീത്തമാരും വൈദികരും പൂർണ്ണമായും ഇപ്പോൾ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയാണ് സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപത. ആസ്ഥാന ദേവാലയം എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സെന്റ് മേരീസ് ബസിലിക്ക അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഈ തർക്കം നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലേക്ക് ഈ ചടങ്ങുകൾ, സ്ഥാനാരോഹണ ചടങ്ങുകൾ മാറ്റേണ്ടി വന്നത്. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മാത്രമാണ് വിവിധ രൂപതകളിലെ പ്രതിനിധികൾ, വൈദിക പ്രതിനിധികളും ആത്മായ പ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ ക്ഷണിക്കപ്പെട്ട ഏതാനും പേർ മാത്രമാണ് ഈ ചടങ്ങിൽ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ വലിയൊരു ജനാവലി തന്നെ സഭയിലെ വിശ്വാസി പ്രതിനിധികളടക്കം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു മഹത്തരമായിട്ടുള്ള പരിപാടിയാണ് സാധാരണ സഭാധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങെങ്കിൽ സഭയിലെ ഇപ്പോഴത്തെ ഈ ഒരു സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിലാണ് പുതിയ ഈ ചടങ്ങ്, പുതിയ സഭാധ്യക്ഷൻ തന്റെ അജപാലന ദൗത്യം ഏറ്റെടുക്കുന്നത് എന്നതുകൊണ്ട് നമുക്കറിയാം, ചില പരിമിതമായ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സഭാ നേതൃത്വം ഈ ഒരു പരിപാടി മാറ്റിവെച്ചിരിക്കുന്നത്, സംഘടിപ്പിച്ചിരിക്കുമ്പോൾ ഓരോ ബിഷപ്പുമാരും പ്രദക്ഷിണമായിട്ടാണ് സഭയിലെ സഭാസ്ഥാനത്തെ ചാപ്പലിൽ നിന്നും പ്രദക്ഷിണമായിട്ടാണ് പരിപാടി നടക്കുന്ന, സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്ന സെന്റ് തോമസ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ വൈദിക പ്രതിനിധികളും വിവിധ രൂപതകളിൽ, ഒരു രൂപതയിൽ നിന്നും 5 വൈദികർ വീതമാണ് ഈ കുർബാനയിൽ കാർമ്മികരാകുന്നത്. നേരത്തെ ഡാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 5 വൈദിക പ്രതിനിധികളും സഭയുടെ ചാൻസലർ അടക്കമുള്ള വൈദിക പ്രതിനിധികളും ചടങ്ങിൽ കാർമ്മികരാകുന്നുണ്ട്. നമുക്കറിയാം, ഏകീകരണ കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സഭയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായത്. സഭയുടെ അധ്യക്ഷനായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ സ്ഥാനത്യാഗത്തിലേക്ക് വരെ നയിച്ചത് സഭയിലെ ഈ തർക്കങ്ങളായിരുന്നു. പക്ഷേ പുതിയ ഇടയൻ മാർ റാഫേൽ തട്ടിൽ ഈ ഒരു തന്റെ അജപാലന ദൗത്യം ഏറ്റെടുക്കുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന വലിയൊരു പ്രതീക്ഷയാണ് വിശ്വാസികൾക്കുള്ളത്. കാരണം എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതാണ് തന്റെ ശൈലിയെന്ന് അദ്ദേഹം നേരത്തെ തന്നെ, ഇന്നലെ തന്നെ, അതായത് ഈ പ്രഖ്യാപന വേളയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനം അദ്ദേഹത്തിനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വേളയിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സമീപനമായിരിക്കും തൻ്റേത്. പ്രത്യേകിച്ച് കുർബാന വിഷയത്തിലടക്കം ഒരു തുറന്ന ചർച്ച ഉണ്ടാകും, എല്ലാവരെയും കേൾക്കും, അടഞ്ഞുകിടക്കുന്ന പള്ളികൾ തുറക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ഇന്നലെ തന്നെ മാധ്യമങ്ങളുടെ വ്യക്തമാക്കിയിരുന്നു. അതാണ് സഭാവിശ്വാസികൾ വലിയ പ്രതീക്ഷയോടെ കാണുന്നത്. സാധാരണ ഒരു കരിസ്മാറ്റിക് ഒരു സ്വഭാവമാണ്, ഒരു ധ്യാന ഗുരു കൂടിയാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ്. ഇപ്പോൾ ചടങ്ങ് ആരംഭിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ ഇപ്പോൾ ഈ ചടങ്ങ് എങ്ങനെയാണ് എന്ന് സംബന്ധിച്ച് വിശദീകരിക്കും. അദ്ദേഹം സീറോ മലബാർ സഭയ്ക്ക് ഇന്ന് ആനന്ദത്തിന്റെയും അഭിമാനത്തിന്റേതുമായ ഒരു സുദിനമാണ്. ഇന്ന് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് ഔദ്യോഗികമായി ശുശ്രൂഷ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ്
മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലുള്ള തന്റെ 12 വർഷക്കാലം നീണ്ട ശുശ്രൂഷാ സ്ഥാനത്ത് നിന്ന് വിരമിച്ച നാൾ മുതൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടി സഭ മുഴുവൻ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. ഇക്കാലയളവിൽ സഭയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ തെരഞ്ഞെടുത്ത് നിയോഗിക്കണമേ എന്ന് സഭ മുഴുവനും തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന മെത്രാൻ സിനഡിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകാൻ വേണ്ടിയും നാം പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്രകാരം 2024 ജനുവരി 8 സിറോ മലബാർ സഭയുടെ സിനഡ് സഭാ നിയമപ്രകാരം വിളിച്ചു ചേർക്കപ്പെട്ടു. സിറോ മലബാർ സഭയിൽ ആകെയുള്ള 65 മെത്രാന്മാരിൽ 55 പേർ ഈ സിനഡിൽ സംബന്ധിച്ചു. ജനുവരി 8 രാവിലെ മുതൽ നടത്തപ്പെട്ട ധ്യാനത്തിനും പരിശുദ്ധ കുർബാനയ്ക്കും ജപമാലയ്ക്കും ആരാധനയ്ക്കും റംസ പ്രാർത്ഥനയ്ക്കും ശേഷം സിനഡ് പിതാക്കന്മാർ ദൈവാലയത്തിൽ നിന്ന് പ്രദക്ഷിണമായി സിനഡ് ഹാളിൽ പ്രവേശിച്ച് അവിടെയും പ്രാർത്ഥന തുടർന്നു. 9 ഉച്ചയ്ക്ക് മുമ്പായി തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. തുടർന്ന് ഈ തെരഞ്ഞെടുപ്പിന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ സ്ഥിരീകരണം ലഭിക്കുന്നതിന് വേണ്ടി സിനഡ് പ്രാർത്ഥനാപൂർവം കാത്തിരുന്നു. ഇന്നലെ വൈകുന്നേരം പരിശുദ്ധ പിതാവിന്റെ സ്ഥിരീകരണം ലഭിച്ചതോടെ ഇക്കാര്യം പിന്നീട് പൊതുസമൂഹത്തെയും അറിയിച്ചു. ഭാരിച്ചതും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒരു ശുശ്രൂഷയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റേത്. ഈ നേതൃത്വ ശുശ്രൂഷയുടെ ഫലപ്രദമായ നിർവഹണത്തിന് ആവശ്യമായ കൃപ ഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിന് ലഭിക്കാനായി സഭാമക്കൾ പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പാണ്. ഭിവന്യ പിതാവേ, പുരോഹിതനായും മെത്രാനായും അങ്ങ് ചെയ്ത ശുശ്രൂഷകളുടെ ഫലം സ്വീകരിച്ചിട്ടുള്ളവരും അതിന്റെ മേന്മ തിരിച്ചറിഞ്ഞിട്ടുള്ളവരുമായ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ സന്തോഷിച്ച് ദൈവത്തിന് സ്തുതി നൽകുന്നു. സിറോ മലബാർ സഭയുടെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പായി ഇന്ന് സ്ഥാനമേറ്റെടുക്കുന്ന അങ്ങേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. സിറോ മലങ്കര സഭയുടെ പിതാവും തലവനുമായ അഭിവന്യ കർദിനാൾ ബെസേലിയോസ് ക്ലീമിസ് പിതാവ് ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ ക്ഷണം സദയം സ്വീകരിച്ച് അത്യാവശ്യ പരിപാടികൾ പലതും മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഇതിനു വേണ്ടി ഇത്രമാത്രം ദൂരെ യാത്ര ചെയ്ത് ഇവിടേക്ക് വരുന്ന അഭിവന്യ പിതാവ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് കൂടിയാണ്. അഭിവന്യ പിതാവിന് ഹാർദമായ സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായി കഴിഞ്ഞ 12 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും പുതിയ രൂപതകൾ സ്ഥാപിക്കുന്നതിനും അജപാലന പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും മിഷൻ മേഖലകളിലെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലപ്പെടുത്തുന്നതിനും സഭയിലെ സംഘടനകൾ ശക്തിപ്പെടുത്തുന്നതിനും വിശ്വാസ ജീവിതം പുഷ്ടിപ്പെടുത്തുന്നതിനും ധീരവും ശക്തവുമായ നിലപാടുകൾ സ്വീകരിച്ച കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിനോട് സഭയ്ക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട്. അങ്ങയുടെ പിൻഗാമി ശുശ്രൂഷാസ്ഥാനം ഏറ്റെടുക്കുന്ന ഈ വേളയിൽ അനുഗ്രഹീത സാന്നിധ്യമായി ഇവിടെയുള്ള വന്യപിതാവെ അങ്ങേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ലത്തീൻ കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് ഇവിടെ വരുന്ന കണ്ണൂർ രൂപതാധ്യക്ഷനും കോട്ടപ്പുറം രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററുമായ അഭിവന്യ അലക്സ് വടക്കന്തല പിതാവിനും ഹൃദ്യമായ സ്വാഗതം. തൃശൂർ കേന്ദ്രമായുള്ള ചർച്ച് ഓഫ് ദ ഈസ്റ്റിന്റെ തലവനും ഇന്റർ ചർച്ച് കൗൺസിലിന്റെ സെക്രട്ടറിയും അഭിവന്യ തട്ടിൽ പിതാവിന്റെ നാട്ടുകാരനുമായ അഭിവന്യമാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തായിക്കും പ്രത്യേകമായ സ്വാഗതം. പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള ദൈവവിളിയിൽ തന്റെ കുടുംബം വഹിച്ച പങ്കിനെ പറ്റി പറയുമ്പോൾ അഭിവന്യ തട്ടിൽ പിതാവ് എപ്പോഴും വാചാലനാകും. പിതാവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തിലെ അംഗങ്ങളെ നന്ദിപൂർവ്വം ഓർക്കുകയും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. സഭയുടെ ചരിത്രത്തിൽ
അപൂർവമായി നമുക്ക് പങ്കെടുക്കാനും സാക്ഷ്യം വഹിക്കാനും കഴിയുന്ന ഭക്തിസാന്ദ്രമായ മുഹൂർത്തത്തിലാണ് നാം ഇപ്പോൾ. ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരും ഓൺലൈനിലൂടെ ഈ കർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നവരുമായ അഭിവന്യ പിതാക്കന്മാർ, വൈദികർ, സമർപ്പിതർ, അൽമായ സഹോദരി സഹോദരന്മാർ എന്നിവർക്കെല്ലാം ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പിനും സ്ഥാനാരോഹണത്തിനും നേതൃത്വം വഹിക്കാനായി എനിക്ക് ലഭിച്ച നിയോഗം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന റോമിലെ പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തി, ഇന്ത്യയിലെ അപ്പസ്റ്റോലിക് നൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ലെയോപോൾഡോ ജിറൈലി എന്നിവർക്കും എനിക്ക് പ്രിയപ്പെട്ടവരും ആദരണീയരുമായ സഹോദര മെത്രാന്മാർ എല്ലാവർക്കും, പ്രത്യേകമായി തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച അഭിവന്യ മാത്യു മൂലക്കാട്ട് മെത്രോപൊലിത്തായിക്കും, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കുരിയായിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും, പ്രത്യേകിച്ച് സിനഡ് ഹാളിൽ നോട്ടറിയായി പ്രവർത്തിച്ച ചാൻസലർ ബഹുമാനപ്പെട്ട അബ്രഹാം കാവിൽപ്പുരടുത്തച്ഛനും, ഇക്കാലയളവിൽ നിരന്തരമായ പ്രാർത്ഥനയുടെ ശക്തി പകർന്ന ദൈവജനം മുഴുവനും നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവാനുഗ്രഹം യാചിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം. ദൈവത്തിന് സ്തുതി. ആമേൻ. അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സീറോ മലബാർ സഭയുടെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പായി സീറോ മലബാർ മെത്രാൻ സിനഡ് തെരഞ്ഞെടുത്തതിനുള്ള അംഗീകാരം നൽകിക്കൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ കത്ത് സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കുരിയ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽപ്പുരയിടത്തിൽ ഇപ്പോൾ വായിക്കുന്നു. To his beatitude, Mar Raphael Tattil, Major Archbishop of Ernakulam, Angamali. I have received the letter with which, according to Canon 153, paragraph 2 of the Codex Canonum Ecclesiarum Orientalium, you petitioned the Roman Pontiff to confirm your canonical election by the Synod of Bishops of the Syro-Malabar Church as the Major Archbishop of Ernakulam Angamali, Father and Head of this beloved church, sui juris. Please know that I willingly grant the confirmation you have requested and express my fraternal good wishes in Jesus Christ, our Lord and God. I pray that, after the example of your venerable predecessors, you may strive to offer a generous and fruitful pastoral ministry to the flock now entrusted to your care. I likewise urge you especially to remember the poor and those most in need. May the Holy Spirit foster the unity, fidelity and mission of the Syro-Malabar Church so that it may grow and flourish under your paternal guidance. In extending my cordial greetings to the brother members of the Synod, to the clergy, men and women religious, seminarians and candidates for consecrated life, and to the lay faithful of the Syro-Malabar Church, I invoke the intercession of the Holy Mother of God, the Holy Patriarch Saint Joseph, and the Apostle Saint Thomas. To all of you, I impart my blessing as I assure you of my spiritual closeness and ask that you please pray for me. Rome, from the St. John Lateran, 9th January 2024. Pope Francis. അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായി വാഴിക്കുന്ന സ്ഥാനാരോഹണ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. സ്ഥാനാരോഹണ കർമ്മത്തിൽ ആദ്യം നടക്കുന്നത് നിയുക്ത മേജർ ആർച്ച് ബിഷപ്പിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്.
സഭ പ്രഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസ പ്രമാണം ഏറ്റുപറയുകയും പരിശുദ്ധ പിതാവിനോടും ഫ്രാൻസിസ് മാർപ്പാപ്പയോടും അവിടുത്തെ പിൻഗാമികളോടും കൂട്ടായ്മയും വിധേയത്വവും പുലർത്തിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം മേജർ ആർച്ച് ബിഷപ്പിന്റെ ഉത്തരവാദിത്തങ്ങൾ സഭയിലെ മെത്രാന്മാരോടുള്ള സംഘാതാത്മകതയിൽ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ഇതര സഭകളുമായുള്ള ബന്ധം പരിപോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ചുകൊണ്ട് നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് പ്രതിജ്ഞ ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കാം.